ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ എന്താ ചൂടല്ലേ? എന്നാൽ നമുക്ക് പെട്ടെന്നൊരു ഷേക്ക് ഉണ്ടാക്കിയാലോ? ഞാനിപ്പം ബനാന മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴിച്ചാൽ ദാഹവും മാറും, വിശപ്പും മാറും. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പം ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഇത്രയും ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞു വയ്ക്കാം. മിൽമയുടെ ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അത് പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ടയൊക്കെ ഉടച്ചെടുത്താലും മതി. ഞാൻ ഈ പഴവും പാലും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടാതെ ഗുഡ് ഡേയുടെ ഒരു 4 ബിസ്ക്കറ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ല പോലെ അടിച്ചെടുത്തിട്ട് വരാം. ഞാനത് ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. വേറെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കി പഴവും പാലും അതുപോലെ കുറച്ച് ബിസ്ക്കറ്റും ആവശ്യത്തിന് ഷുഗറും കൂടി ഇട്ട് വീണ്ടും അടിച്ചെടുക്കാം. ഇതാ ബാക്കി കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അടിപൊളി ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി അധികം നേരം ഇത് വെച്ചേക്കാതെ തണുപ്പാറുന്നതിന് മുമ്പ് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കാം. എനിക്കിപ്പോൾ 5 ഗ്ലാസ് കിട്ടിയിരുന്നു. നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. ഞാൻ ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറോ ടേസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻസ് അറിയിക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും അടിപൊളി വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.